ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് റെസിപ്പി 4 ചിക്കൻ കാൽസോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആൻഡ് ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഡോവിന് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ചേർത്ത് നന്നായി ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ മിക്സ് ചെയ്തിട്ട് നേരിയ ചൂടുള്ള പാല് 1 കപ്പ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ആദ്യം ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും, അതിനാണ്. അപ്പം നമ്മൾ ഈ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്ത ശേഷം നല്ല സ്മൂത്ത് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം നമ്മളിത് ഫെർമെൻ്റ് ആവാൻ വെക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കേട്ടോ. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ആ പാലിൽ ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർക്കണേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് സപ്പിൾ ഡോ ആയിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റൈസ് ആവാൻ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഫില്ലിങ്ങിന് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുക്കുക. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടി, പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു അത്യാവശ്യം ഫ്രൈ ആയി വരുമ്പോൾ സ്വല്പം തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇത് ഫ്രൈ ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി റൈസ് ആയിട്ടുണ്ട്. 1/4 മണിക്കൂർ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/4 മണിക്കൂർ കൊണ്ട് റൈസായി. ഇപ്പം നമുക്കിതൊരു റോളിംഗ് ബോർഡിലെടുത്ത് നമുക്ക് മാവ് ഡസ്റ്റ് ചെയ്തിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഏകദേശം ഒരു ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കണേ. അപ്പം നമുക്കെല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. നിങ്ങൾക്ക് ഒറ്റ കാൽസോണായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ 5ഓ 6ഓ കാൽസോണായിട്ട്, വലിപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾ പരത്തിയിട്ട് പിസ്സ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ, പിന്നെ നമ്മുടെ ഷ്രെഡഡ് മോസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഓറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അപ്പം എന്നിട്ടിത് കവർ ചെയ്ത് ഇതുപോലെ അതിൻ്റെ എൻഡ് ഇങ്ങനെ മടക്കി വെക്കുക. അപ്പോൾ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ വരും. അപ്പോൾ ഇങ്ങനെ മടക്കണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ട് ചെയ്താലും മതി, പക്ഷെ ഇങ്ങനെ മടക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, എയറൊന്നും ഇല്ലാതെ വരും. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് 3 കട്ട് കത്തി കൊണ്ട് ഒന്ന് മേൽഭാഗത്തേക്ക് ഇടുക. എന്നിട്ടിത് നമുക്ക് ട്രേയിലേക്ക് വെക്കാം. എന്നിട്ട് എഗ് വാഷ് ചെയ്യുക. നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗ് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 180°C പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ടോപ്പ് റാക്കി വെച്ച് 20-25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. നമ്മുടെ അടിപൊളി ചിക്കൻ കാൽസോൺ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കാൽസോൺ. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ്, പക്ഷെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഞാനിത് കാണിച്ചു തരാം. എത്ര ചീസിയാണ്, അതുപോലെ തന്നെ യമ്മിയാണ് കേട്ടോ. കുഞ്ഞുമക്കളും ഒത്തിരി ഇഷ്ടത്തോടെ ഇത് കഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സ്റ്റേ സേഫ്.